ഈ സമൂഹത്തിൽ ഒന്ന് ജീവിക്കാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ട് ആരായിരിക്കും നേരിടേണ്ടി വരിക എന്നുള്ള ചോദ്യത്തിന് എനിക്കുള്ള ഉത്തരം, ഒരു പണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ കൂടുതൽ നേടാനുള്ള ഓട്ടത്തിലായിരിക്കും. ഒരു ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരെയും പ്രത്യേകിച്ചൊന്നും ചെയ്ത് കാണിക്കേണ്ട, ബോധിപ്പിക്കേണ്ട കാര്യവും ഇല്ല. പക്ഷെ ഇതിനിടയിൽ വരുന്ന ഓരോ മിഡിൽ കാറ്റഗറിയിലും പെടുന്ന സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വപ്നങ്ങൾ കൂടുതലാണ്, അവൻ ജീവിതത്തിൽ ഇടേണ്ട എഫേർട്ടും അതുപോലെ തന്നെ കൂടുതലാണ്. അത്തരക്കാരുടെ മാനറിസംസ് വളരെ സവിശേഷതയുള്ളതാണ്. കയ്യിലൊന്നും ഇല്ലാതിരുന്നിട്ടും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്യപ്പെടുന്ന യൂസ്ഡ് കാറുകളുടെ സെല്ലിംഗ് ഇൻഫർമേഷൻസ് അവർ സ്ഥിരമായിട്ട് സ്ക്രോൾ ചെയ്ത് നോക്കും. ഇവർ പലപ്പോഴും അടച്ചുറപ്പില്ലാത്ത വീട്ടിലിരുന്ന് സോഷ്യൽ മീഡിയ മാർക്കറ്റ് പ്ലേസുകളിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന പുരയിടങ്ങളുടെ പ്രോപ്പർട്ടികളുടെ വീഡിയോകൾ ആകാംക്ഷയോടെ കണ്ടു തീർക്കുന്നവരായിരിക്കും. ഇടതടവില്ലാതെ ഇറങ്ങുന്ന ഓരോ ഫോണുകളുടെയും ആഡുകളിലേക്ക് കണ്ണുകൾ കൂർപ്പിച്ചു വെക്കുന്നവരായിരിക്കും ഇവർ. വർക്ക് ചെയ്ത് അമ്മയ്ക്ക് നല്ല മോഡൽ ഒരു മാല വാങ്ങിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ. കഷ്ടപ്പെട്ട് ജോലി ചെയ്തു വരുന്ന അച്ഛന് ഒരു സ്കൂട്ടിയെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മക്കളായിരിക്കാം ഇവർ. കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും തലങ്ങും വിലങ്ങും ഓടിയിട്ടും തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ. ഇത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത്, പ്രിയരെ, നിങ്ങൾ സ്വപ്നം കാണുക തന്നെ ചെയ്യുക. ഒരിക്കൽ നിങ്ങളും ആ സ്വപ്നങ്ങൾക്ക് മേൽ ചിറകു വിരിച്ച് പറക്കും. അതുകൊണ്ട് പരിശ്രമിക്കുക, പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ശ്രമങ്ങളെ സർവശക്തൻ കാണാതിരിക്കില്ല.